Hi, ഞാൻ ലീമ പ്രസാദ്. ഐ വർക്ക് ആസ് എ സീനിയർ നഴ്സിംഗ് ലെക്ചറർ. ഓക്കെ, അപ്പോൾ ഫാർമക്കോളജിയിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് ഇത് നമ്മുടെ സെക്കൻഡ് വോളിയത്തിലെ സെക്കൻഡ് യൂണിറ്റ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന ഒരു പോർഷന്, ചെറിയൊരു പോർഷന്. ഓക്കെ, അപ്പോൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് these are the agents that kills the microorganism which cause UTI and preventing the spread of the microorganism. അതായത് UTI ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയും അതിൻ്റെ സ്പ്രെഡിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെഡിസിൻസാണ് യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് നൈട്രോഫ്യൂറാൻറ്റോയിൻ എന്നുള്ള ഡ്രഗാണ് ഉപയോഗിക്കുന്നത്. 50 mg ആണ്, 50 mg 3 to 4 times a day നമുക്കിതിന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്, എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്? അപ്പോൾ എന്തായാലും പറഞ്ഞു, യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്തായിരിക്കും? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രഗിനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള എല്ലാവർക്കും ഈ ഡ്രഗ് കൊടുക്കില്ല. കാരണം ഇതൊരു സെക്കൻഡ് പ്രയോറിറ്റി ഡ്രഗാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ യൂറിൻ ടെസ്റ്റ് നടത്തി, യൂറിൻ കൾച്ചർ നടത്തി ഏത് ഓർഗാനിസമാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, ആ ഓർഗാനിസം ഈ ഒരു ഡ്രഗിനോട് സെൻസിറ്റീവ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഡ്രഗ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൊലോങ് ആയിട്ട് കുറേ നാളുകളായിട്ട് UTI ഉണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് UTI വന്നുകൊണ്ടിരിക്കുക, ഫ്രീക്വൻസി കൂടുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിനെ പ്രിഫർ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് അപ്പോൾ മെയിനായിട്ട് പറയുന്ന ഇൻഡിക്കേഷൻ. ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻ, എപ്പോഴൊക്കെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഏത് ഡ്രഗ് എടുത്താലും നമുക്ക് പറയാം ഈ ഡ്രഗിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രഗ് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. അടുത്തത്, ഏതെങ്കിലും തരത്തിൽ പേഷ്യൻറ്റിന് ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ, ലിവറാണ് ഡ്രഗിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലിവർ ഡാമേജ് ഉള്ള പേഷ്യൻസിനൊക്കെ ഈ മരുന്ന് കൊടുക്കാനായിട്ട് കോഷൻ, നമ്മൾ മറ്റ് ഡ്രഗ് ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഇതെടുക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത്, ഏതെങ്കിലും തരത്തിൽ റീനൽ ഡാമേജ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും ഈ ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കത്തില്ല. പേഷ്യൻറ്റിന് അനോറിയ ഉണ്ട്, അതായത് ആബ്സെൻസ് ഓഫ് യൂറിൻ ആണെങ്കിൽ കൊടുക്കത്തില്ല. ഒലിഗൂറിയ, അതായത് ഒരു യൂറിൻ്റെ അളവ് വളരെ കുറവാണ്, ഒരു 100 ml per day ഒക്കെയാണ് യൂറിൻ്റെ അളവെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിനെ പ്രിഫർ ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നിയോനേറ്റ്സിന്, ചെറിയ കുട്ടികൾ 1 month വരെയുള്ള ബേബീസിനൊക്കെ ആണെങ്കിലും ഈ ഒരു യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിന് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. വേറെ ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിബയോട്ടിക്സ് തന്നെയായിരിക്കും കൊടുക്കുക. ഓക്കെ, ദെൻ പ്രഗ്നൻറ്റ് വുമൺ നിയർ ടു ലേബറിന് എടുത്തിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസിനൊന്നും നമ്മൾ ഈ ഡ്രഗിനെ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നൈട്രോഫ്യൂറാൻറ്റോയിൻ അല്ലെങ്കിൽ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്, അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നത് സാധാരണ കോമൺ ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് തന്നെ, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. അതുപോലെ തന്നെ ചില പേഷ്യൻസിനൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ഉണ്ടാകും, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ഡിഫിക്കൽട്ടി ടു ബ്രീത്ത്, ചെസ്റ്റ് ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടാകും. ഓക്കെ, പിന്നെ ചില പേഷ്യൻസിനൊക്കെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാറുണ്ട്. അതുപോലെ ത്രോംബോസൈറ്റോപീനിയ, പേഷ്യൻറ്റിന് ഇൻഫെക്ഷനൊക്കെ, ത്രോംബോസൈറ്റോപീനിയ ഉള്ളത് കാരണം വീണ്ടും ഇൻഫെക്ഷനൊക്കെ വരാം. ഓക്കെ, ഇൻഫെക്ഷ്യസ് സിംറ്റംസ് കാണിക്കാം, ഡ്രൗസിനെസ്, അങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ആയിട്ടാണ് ഇത് കാണുന്നത്. കോമൺ നോസിയ, വോമിറ്റിംഗ്, ഡ്രൗസിനെസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡ്രഗ് ഇൻ്ററാക്ഷനിൽ പറയുകയാണെങ്കിൽ മഗ്നീഷ്യം ചേർന്നിട്ടുള്ള ആൻറ്റാസിഡ്. ഓക്കെ, മഗ്നീഷ്യം ചേർന്നിട്ടുള്ള ആൻറ്റാസിഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗിൻ്റെ അബ്സോർപ്ഷന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ മഗ്നീഷ്യം ആൻറ്റാസിഡ്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് സൾഫിൻപിറാസോൺ ആൻഡ് പ്രോബെനാസിഡ്, സൾഫിൻപിറാസോൺ ആൻഡ് പ്രോബെനാസിഡ്. ഓക്കെ, ഇത് രണ്ടും ഗൗട്ടിന് കൊടുക്കുന്ന മരുന്നുകളാണ്. ഗൗട്ട് നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റായി
ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗൗട്ട്. അപ്പോൾ ഗൗട്ടുള്ള ഇതിന് കൊടുക്കുന്ന യൂറിക് ആസിഡിനെ പുറന്തള്ളുന്ന മരുന്നുകളാണ് സൾഫെൻപിറാസോൺ ആൻഡ് പ്രോബെനാസിഡ്. അപ്പോൾ ഈ ഗൗട്ടിന് കൊടുക്കുന്ന മരുന്നിൻ്റെ കൂട്ടത്തിൽ നൈട്രോഫ്യൂറാൻടോയിൻ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക്സ്, യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റിനെ ഈ ഗൗട്ടിൻ്റെ മെഡിസിൻസിൻ്റെ പ്രവർത്തനം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ റോൾ ഓഫ് നഴ്സസ് റോൾ വൈൽ അഡ്മിനിസ്ട്രിങ് യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ്. എന്താ പറയണ്ടേ, ഇത് UTIക്ക് കൊടുക്കുന്നതല്ലേ. ഫസ്റ്റ് തന്നെ അവരോട് പറയുക നിറയെ വെള്ളം കുടിക്കുക, യൂറിൻ പോവുക. ഓക്കെ, അതുവഴിയാണ് മൈക്രോ ഓർഗാനിസംസും ഈ ഡ്രഗിൻ്റെ ഇതെല്ലാം പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ വാട്ടർ ഇൻടേക്ക് കൂട്ടുക. 2, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യേണ്ട മെഷേഴ്സിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. യൂറിൻ അർജൻസി പിടിച്ചു വയ്ക്കരുത്. എപ്പോൾ യൂറിൻ പോകണമെന്ന് തോന്നിയാലും പിടിച്ചു വയ്ക്കരുത്, പോവുക. ഓക്കെ, പിന്നെ അടുത്ത പറയേണ്ട കാര്യം, യൂറിനറി മിയാറ്റസ് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ യൂറിത്ര ബാക്കിലെ ആനസാണ് ഉള്ളത്. അതുകൊണ്ട് ബാക്ക് ടു ഫ്രണ്ട് ക്ലീൻ ചെയ്യരുത്. ബാക്ക് ടു ഫ്രണ്ട് ക്ലീൻ ചെയ്താൽ ആനസിലുള്ള മൈക്രോ ഓർഗാനിസംസ് യൂറിത്രയിൽ വഴി നമുക്ക് UTI ഉണ്ടാകും. അതുകൊണ്ട് ഫ്രണ്ട് ടു ബാക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാവുള്ളൂ, എസ്പെഷ്യലി വുമൺ. കാരണം വുമണിനാണ് കൂടുതലായിട്ടും ഇത് UTI, കാരണം അവരുടെ യൂറിനറി മിയാറ്റസും ഏനസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്യാൻ പറയുക. പ്രോപ്പർ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുക. പിന്നെ പെരിനിയൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തെങ്കിലും വജൈനൽ ഡുഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, വജൈനൽ ഡുഷ് അല്ലെങ്കിൽ വജൈനൽ സ്പ്രേ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ്. സോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വാഷ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി നഴ്സസ് റെസ്പോൺസിബിലിറ്റിയിൽ. ഓക്കെ.